ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മത്തിക്കറി കേട്ടോ. മുളകും പൊടി ഒന്നും നമ്മളിതിലേക്ക് ചേർക്കില്ല, പക്ഷെ മത്തിക്കറി കൂട്ടാൻ ഭയങ്കര ടേസ്റ്റ് തന്നെയാക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം, ഇതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മത്തിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ നമുക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു ചട്ടി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, അതേപോലെ 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണേ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കിനെ അമർത്താനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് തന്നെ സവോളയും അതേപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു 1/2 കിലോ മത്തിക്കുള്ളതാണ് പറയുന്നത്. ഒരു 1/2 കഷ്ണം സവോളയും അതേപോലെ തന്നെ 3-4 പച്ചമുളകും കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 ചില്ലി വെളുത്തുള്ളി കേട്ടോ. അതൊക്കെ നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 ചെറിയ തക്കാളി നല്ലോണം ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം അതും അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിനുശേഷം നമുക്കൊന്ന് മൂടി വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മൾ സവോളയും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് മൂടി വെച്ചാലോ. ഇനി 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വെന്തിക്കണേ. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണോടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം, അതേ അളവ് തന്നെ നമുക്ക് വലിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. 2 പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യമില്ല കുരുമുളകാണ്. അപ്പോൾ നമ്മൾ 2 സ്പൂൺ ചെറിയൊരു 2 സ്പൂൺ കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. നിങ്ങളൊക്കെ നല്ല എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചൊരു 3 സ്പൂണോളം കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നല്ലോണം ചെറിയ തീര മസാലയൊക്കെ ഒന്ന് മൂക്കാനും വേണ്ടി ഇതേപോലെ ഇളക്കി കൊടുത്താൽ നല്ലൊരു മൂത്ത മണക്ക് വരുന്ന സമയത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി നമുക്ക് വെള്ളത്തിലിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ വെള്ളത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് ആവണ രീതി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വാളമ്പുളിന് പകരം സാധാരണ വെള്ളം ഒഴിച്ചതിന് ശേഷം കുടംപുളി ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുടംപുളി ചേർക്കുകയാണെങ്കിൽ ആ തക്കാളി ഒന്ന് ഒഴിവാക്കുക, അതേപോലെ വാളമ്പുളി ഒഴിവാക്കുക, ആ കുടംപുളി മാത്രം ചേർത്ത് ഉണ്ടാക്കുക. ഇനി നല്ലോണം തിളക്കട്ടെ. തിളച്ച് നല്ലോണം വറ്റി ആ മസാലയും വെള്ളം വേറെ തിരിയാത്ത രീതിയിൽ നല്ലോണം കുറുന്നനാവുന്ന സമയത്താണ് നമുക്ക് മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നല്ല കുറുന്നനായി വന്നിരിക്കണേ. ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മത്തി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ തലയൊക്കെ കളഞ്ഞിരിക്കണേ. അപ്പോൾ നിങ്ങൾ തലയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ആ തലയൊക്കെ വെച്ച് ചേള മാത്രം കയറിയിട്ട് തലയൊക്കെ വെച്ചുകൊണ്ട് മത്തിക്കറി വെക്കുകയാണെങ്കിൽ ഇതിലും നല്ല ടേസ്റ്റ് ചെയ്യിക്കാറ് കേട്ടോ. ഇപ്പം നമ്മൾ ഫുള്ള് മത്തി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിങ്ങനെ. ഇനി നമുക്ക് ഫുള്ള് മത്തി മസാലയിലൊക്കെ ഒന്ന് ആവണ രീതിയിൽ കയ്യിൽ വെച്ച് വലിയ ഒന്നാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് അത് നല്ലോണം കുറച്ച് തോന അരിഞ്ഞ ശേഷം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. തോനെന്ന് പറയുമ്പോൾ കുറച്ചൊരു കെട്ടൊന്നും ഇട്ട് കൊടുക്കേണ്ട, അത്യാവശ്യം കുറച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിനും അതേപോലെ കുരുമുളകൊക്കെ ഇട്ടുകൊണ്ട് മത്തിക്കറി വെക്കും. നല്ല മല്ലിച്ചപ്പൊക്കെ ചേർക്കും, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 2-4 ഇല്ലി മല്ലിച്ചപ്പ് നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. മല്ലിച്ചപ്പ് ഇടുന്നത് എനിക്ക് വളരെ ഇഷ്ടം മീൻ കറിയിലൊക്കെ, അതിന് കുറച്ച് കൂടുതൽ ഞാൻ ഇട്ടിക്കണ്. ഇനി നമുക്ക് മൂടി വെച്ച് 1 മിനിറ്റ് ഒന്ന് മീനൊന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള സമയം ഒന്ന് മൂടി വെക്കാം. അതിനുശേഷം തുറന്ന് നോക്കുമ്പോഴല്ലോ മത്തിയൊക്കെ നല്ലോണം വെന്തിട്ട് എന്താ സ്മെല്ല് എന്നറിയാം. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇതുപോലെ തന്നെ കാണാനോ അതേപോലെ കഴിക്കാനും ടേസ്റ്റിൽ ഒരുപാട് റെസിപ്പി ഇനിയും വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.